എല്ലാവർക്കും സീമാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇത് ഉച്ച സമയമാണ് കേട്ടോ, ലഞ്ച് ടൈമാണ്. ഞാൻ ഈവനിങ്ങിനൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾക്കിന്ന് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെയും കൂടി അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഈ നേരത്ത് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ തന്നെയല്ല, ക്ലൈമറ്റൊക്കെ മഴ വരുന്ന പോലെയുണ്ട് കണ്ടിട്ട്. അപ്പോൾ ചിലപ്പോൾ കറണ്ടൊക്കെ പോയാലോ, അപ്പോൾ വീഡിയോ ഉള്ളതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സമയത്ത് ഉച്ച നേരത്താണ് എൻ്റെ വീഡിയോ ടൈം ഇന്ന് ആക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ലോക്ക്ഡൗണിലൊക്കെ ഇളവ് വന്നുകൊണ്ട് എല്ലാവർക്കും മുഖത്തൊക്കെ ഒരു സന്തോഷം കാണാനുണ്ട്. ഞങ്ങൾക്ക് അതേ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. കാരണം നമുക്കൊരു ഫ്രീഡം കിട്ടിയ പോലെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ അവസ്ഥ. കാരണം കൊറോണയുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും ഇതിനൊക്കെ, ഞങ്ങളിപ്പോൾ എവിടെയും പുറത്തൊന്നും പോകാറില്ല. പക്ഷേ എല്ലാം കൂടി അടഞ്ഞു കൂടിയിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആവുക, എന്നിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങും. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു, സമൂസയൊക്കെ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് കമൻറ്റൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ അവരുടെ കസിൻസിനോ ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റം ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ സീമാസ് കിച്ചണിൽ നോൺ വെജ് ഒന്നും കാണിച്ചിട്ടില്ല. എഗ്ഗ് ഫ്രൈ ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ കുറച്ച് അളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചിൻ്റെ ഒരു ടൈമാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് കറി ഇന്ന് അതാണ്. അപ്പോൾ ഞാനൊരു നല്ല സൂപ്പർ ടേസ്റ്റിലാണ് കേട്ടോ ഞങ്ങളിവിടെ ഇന്നും ഉണ്ടാക്കാറ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ ഇതുവരെ എല്ലാവർക്കും ചിക്കൻ കറി വയ്ക്കാറിയാം, പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് വഹിക്കാണ്ട് കിച്ചണിൽ പോയിട്ട് നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാണ്, ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ കിച്ചണിലെ തീ വളരെ കുറവ് അളവിലാണ് ഞങ്ങൾ കാണിക്കുന്നത്. 1 കിലോ ചിക്കനാണ് ഞങ്ങളുടെ കറി വയ്ക്കാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചിക്കൻ വെക്കാനായിട്ട് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡായാലും അല്ലെങ്കിൽ മക്കളാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരോടൊക്കെ ഒന്ന് പറയാം, ഇന്ന് ഞങ്ങളുടെ വക സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് എൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് കണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറയട്ടോ. അപ്പോൾ ക്രെഡിറ്റ് ആർക്കാ? സീമാസ് കിച്ചൺ. അപ്പോൾ ക്രെഡിറ്റ് ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അത് കണ്ടാലും പോരാ, നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾ കാണിക്കുന്നത് കണ്ടിട്ട് അത് ചെയ്യാനും നമുക്കൊരു കഴിവ് വേണ്ടേ. അപ്പോൾ ക്രെഡിറ്റ് അത് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് വൈകാണ്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് കാണാം, അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ചിക്കനാണ് വേണ്ടത്. അപ്പോൾ 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ വാഷ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വാഷ് ചെയ്താൽ അതിലുള്ള എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും അഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. എനിക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ എളുപ്പത്തിനാണ് ഞാനിത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് സാദാ മുളക് പൊടി കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണത്. 1-1.5 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേട്ടോ, ഇത് ലെമണാണ്. ഇതിൻ്റെ അരമുറി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സീഡ്സൊക്കെ കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് അതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. ജ്യൂസ് നല്ല പോലെ പിഴിഞ്ഞു കൊടുക്കുക. ഇനി 1-2 കുരുവൊക്കെ അതിൽ വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുക, അല്ലെങ്കിൽ നമ്മുടെ കറി കഴിക്കും കേട്ടോ. അപ്പോൾ അരമുറി ഞാൻ ഫുള്ളായിട്ട് ജ്യൂസ് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നല്ല പോലെ കൈ വെച്ചത് കുഴച്ച് എടുക്കാം. അപ്പോൾ അത് നല്ല പോലെ മസാലയൊക്കെ തിരുമ്മി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിക്കൻ വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പീസാക്കി മുറിച്ച് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് ചെറുതാക്കാനൊന്നും നിന്നില്ല. ഇത്ര തന്നെ പീസ് ആവുകയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ബിരിയാണിയിലൊക്കെ കഴിക്കുന്ന പോലെ ഒരു മീഡിയം
സൈസ് നല്ല ഇടത്തരം പീസായിട്ട് ഞങ്ങൾക്ക് കടയിൽ നിന്ന് മുറിച്ച് തന്നതാണ് അവർ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ചെറിയ കഷ്ണം ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിത് വറുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ പീസാക്കിയാൽ നമുക്കത് ഉണ്ടാക്കുമ്പോൾ വറുക്കാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് കൂട്ടി വെച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിലേക്ക് ആ മസാല ഒക്കെ ഇറങ്ങി അതുപോലെ നമ്മുടെ ലൈമൊക്കെ ചേർത്തുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കണുള്ളൂ. ഇത് അടച്ച് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല പറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. ഒരു 4 ചെറിയ സവാളയാണ് കേട്ടോ. ചെറിയ സവാളയാണ്. ഇടത്തരം എന്ന് പറയാൻ പറ്റില്ല. ചെറിയ സവാള 4 ഞാൻ എടുത്തിട്ടുണ്ട്. സവാള എത്ര കൂടിയാലും ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കൂട്ടി കുറച്ചൊക്കെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ ഇവിടെ 4 ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ 1 കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ഒരു കുടം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി, ഇടത്തരം തക്കാളി ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു എരിവിനെന്നൊക്കെ പറയാനായിട്ട് അധികം മുളകൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു 2 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറി വെച്ചേക്കുന്നതാണ് കേട്ടോ. പച്ചമുളകിൻ്റെ അളവ് ഇപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മൾ നല്ലോണം ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പച്ചമുളക് അധികം ആവശ്യം വരില്ല കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാൻ ചേർക്കുമ്പോൾ എത്ര ചേർക്കണമെന്ന് പറയാം കേട്ടോ. മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ എരിവുള്ള മുളക് പൊടി, ഇത് കളറിനൊക്കെ ആയിട്ട് കാശ്മീരി ചില്ലി ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. അത് ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് മസാലയൊന്നും വാങ്ങി അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഇത് ഞാൻ ഈ ചതച്ച അമ്മയിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇത് പെരിഞ്ജീരകം, ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, അതുപോലെ 2 കരയാമ്പൂവ്, അതുപോലെ 2 ചെറിയ ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതും ഞാൻ ചേർക്കുമ്പോൾ പറയാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയുണ്ട്. പിന്നെ മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചതാണ്. കുറച്ച് നേരമായി അരിഞ്ഞു വെച്ചിട്ട്. അപ്പോൾ അതിന് കുറച്ച് കളർ വ്യത്യാസമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കറിയിലേക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ വെച്ച ചിക്കടെ ഒന്നിരിക്കട്ടെ. അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ചിക്കൻ മസാലയൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. അത് പെരിഞ്ജീരകം, അതുപോലെ കറുവപ്പട്ട, അതുപോലെ ചിലർ ചിക്കനിൽ ജീരകമൊക്കെ ചേർക്കും. ഒരു നുള്ളു ജീരകം ചേർക്കാൻ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇന്ന് ഇതിൽ ചേർക്കണില്ല. ഞങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചേർക്കാത്തവരാണെങ്കിൽ ജീരകം കൂടി ഒന്ന് ചേർത്ത് നോക്കിക്കോളും. വളരെ ടേസ്റ്റായിരിക്കും. നമ്മുടെ ചിക്കന് പ്രത്യേക ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ പരമാവധി നമ്മുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾ പൊടിച്ചുണ്ടാക്കാനായിട്ട് നോക്കുക. ഗരം മസാല ആയാലും ചിക്കൻ മസാല ആയാലും, അതുപോലെ സാമ്പാർ പൗഡർ ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. ഈ മസാലകളൊക്കെ നമ്മുടെ വയറിന് അത്ര നല്ലതല്ല. അപ്പോൾ മസാലകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതങ്ങനെ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തിട്ടാണ് ചേർക്കണത് കേട്ടോ. പച്ചയ്ക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് നമ്മൾ മുളകും മല്ലിയൊക്കെ ചിക്കനിലേക്ക് ആകുമ്പോൾ ഒന്ന് വറുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി ചേർത്താൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സാമ്പാർ അന്നുണ്ടാക്കിയപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ചെറുതായി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചിക്കന് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണ്. ഇനി എരിവ് നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിക്കാണെങ്കിൽ എരിവില്ല. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതിലേക്ക് ഞാൻ ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് കത്തിച്ച് ഞാൻ ചെറുതായി ഒന്ന് ചൂടാക്കണം കേട്ടോ. വറുക്കുക എന്ന് പറയാൻ പറ്റില്ല, ചെറുതായി ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ചിക്കൻ ഒന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതുവരെ ചിക്കൻ അങ്ങനെ വറുത്ത് മുളകും മല്ലിയും വറുത്ത് ചെയ്യാത്തവർ അതൊന്ന് ചെയ്ത് നോക്കിയോളൂ. പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് കിട്ടും. നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ വരും ചെയ്യും കേട്ടോ. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു.
ഇതാ ഞാൻ മുളകും വലിയ വറുത്തത് വേറെ ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം നിന്നാൽ പിന്നെ അത് കരിഞ്ഞു പോകില്ല. ഞാൻ ഇപ്പോൾ ഇത് വേറെ പാത്രത്തിലേക്കൊക്കെ പകർത്താനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തായെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത ഓയിലിലേക്ക് ചിക്കനൊന്ന് നല്ലപോലെ ആവാൻ വേണ്ടി എല്ലാവർക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം 1 മിനിറ്റ് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ചിക്കൻ നമ്മളിട്ട് വെച്ച ആ പാത്രത്തിൽ ഒന്ന് വാഷ് ചെയ്ത് പാത്രം ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇതവിടെ കിടന്ന് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് മാത്രം നമുക്ക് ഒന്ന് വെന്താൽ മതി. വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. നമ്മുടെ ചിക്കൻ പീസ് ഒന്നും അങ്ങനെ ഉടഞ്ഞു പോകരുത്. ഒരു 15 അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ ചിക്കൻ ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ ഒരിക്കലും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി ഇടുക. എന്നിട്ട് 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായെന്നൊന്ന് നോക്കാം കേട്ടോ. തുറക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് വേണം തുറക്കാൻ. അപ്പോൾ ചിക്കനൊക്കെ ഇത്ര വേഗം മതി നമുക്ക് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെറുതായൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വല്ലാതെ വേവാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതൊന്ന് നമ്മൾ കോരി മാറ്റി വെക്കാം കേട്ടോ. ആ വെള്ളമൊക്കെ കളഞ്ഞ് ചിക്കൻ്റെ ചാറ് നമ്മൾ എടുക്കരുത്. പീസുകൾ മാത്രം ഇതാ ഇതുപോലെ കണ്ടോ. വെള്ളമൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ നീക്കിയെടുക്കുക. നമുക്ക് ആ ചിക്കൻ വേവിച്ച ചാറ് ആവശ്യം വരും. അത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നീക്കി വെക്കണം കേട്ടോ. അതിപ്പോൾ വേറൊരു ചട്ടിയിൽ നമ്മളത് വറക്കും. അപ്പോൾ ഈ ചട്ടിയിലിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ചട്ടി തന്നെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ആ ചാറ് നീക്കി വയ്ക്കാം. ഓ എൻ്റെ കൈ പൊള്ളിയേ. അപ്പോൾ വറുത്ത് വെച്ച ചിക്കൻ എന്താ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതാ വേവിച്ച അത് എന്താ ആ ചാറുണ്ടല്ലോ അത് അവിടെ തന്നെ ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പീസുകളൊക്കെ ഒന്ന് ചിക്കൻ പീസൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് ഇളക്കാനൊക്കെ സൗകര്യത്തിന് ഞാൻ ഉരുളിയാണ് എടുത്തത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചട്ടിയാണെങ്കിൽ ചീഞ്ചട്ടി ആയാലും മതി. എനിക്ക് കുറച്ച് ഇളക്കാനൊക്കെ എളുപ്പം ഇങ്ങനെ ഇത്തിരി വായുവാട്ടുള്ള പാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ആയാലും നല്ല ടേസ്റ്റ് തന്നെയായിട്ട് വരും. അപ്പോൾ ഉരുളിയിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഓയിൽ കൂടുതൽ ഒഴിക്കാം. ഞാനിപ്പോൾ അങ്ങനെ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മളിത് ഓൾറെഡി വേവിച്ചതാണല്ലോ. ചെറുതായി ഒന്ന് വറുത്ത് വന്നാൽ മതി കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് വറുത്തെടുത്ത് പോരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ നമ്മളെല്ലാം വറുത്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതാ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത അതേ ഓയിൽ ബാക്കിയുണ്ട് കേട്ടോ ചട്ടിയിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ സവാളയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ
ചിക്കൻ മേടിച്ച അതേ ഓയിൽ തന്നെയാണ്, അതേ ഉരുളി തന്നെയാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ അറിയാലോ. നല്ലപോലെ സവാള മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ തീ ഇടണം കേട്ടോ. ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, എന്നാലും വളരെ കുറച്ച് ഉപ്പ് മാത്രം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വളർന്നു വരാനാണ് കേട്ടോ. സവാള നന്നായി സവാള ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാൻ നമ്മൾ നേരത്തെ കീറി വെച്ച പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ പച്ചമുളക് ഇഞ്ചി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിടുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ്, വറുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇത് ഇട്ടാണ്, മറന്നുപോയി. നേരത്തെ വറുത്ത് വെച്ച മുളക്, മല്ലി ഒക്കെ അതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. വറുത്ത് വെച്ച മുളകിൻ്റെയും മല്ലിയുടെയും കാര്യം മറന്നുപോയി. അപ്പോൾ അതാ അതുകൊണ്ട് ചേർത്തു. ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ ഞാനെപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ചിലർക്ക് ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ല എരിവ് വേണം, ചിലർക്ക് എരിവ് അധികം വേണ്ട. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ചിക്കൻ എത്ര അളവുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ടും നമ്മുടെ ചിക്കന് കളറില്ലാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിലും നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം വേണമെങ്കിലും തക്കാളിയുടെ മുന്നേ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ ചെറുതീയിലിട്ടിട്ട് നന്നായി ഒന്ന് വളർന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. മൂടി വയ്ക്കുകയാണേ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് 5 മിനിറ്റ് കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി പറ്റി പിടിച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി. ഇനി ഇത്രയും മതിയാവും. ഇനി നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ചപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ആ ചാറ് നീക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയം ഉപ്പൊക്കെ നോക്കി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്കിനി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പ് ഞാൻ കല്ലുപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കും. എനിക്ക് കല്ലുപ്പാണ് അളവ്. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ മസാലയിൽ സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കിയും കണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അത് നിങ്ങൾ എൻ്റെ അളവ് നോക്കണ്ട. നമുക്ക് അറിയാമല്ലോ നമുക്ക് എത്ര എരിവ് വേണം, എരിവ് വേണ്ട എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ പീസും കൂടി നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച്
അപ്പോൾ ഇത് ഓൾറെഡി എല്ലാം വെന്ത് കഴിഞ്ഞതാണ്. എങ്കിലും ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയുടെ മസാലയൊക്കെ ഒന്ന് ചെല്ലാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെറുതെ നമുക്കൊന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ അതൊന്ന് ചെറുതായി ഒരു തിക്കായി വരുന്നവരെ തിളപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചത് ഇവിടെ നല്ല മഴയാണ്, ഇനിയിപ്പോൾ കറണ്ട് പോയി നമുക്ക് പണി കിട്ടുമോ അറിയില്ല. ആ മഴയൊന്നും നമുക്ക് കാണാം. അപ്പോൾ അതാ കണ്ടോ നല്ല മഴയാണ്. ഇവിടെയൊക്കെ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ അറിഞ്ഞില്ല മഴ പെയ്ത്. നല്ലൊരു തണുത്ത കാറ്റ് വീശുന്ന കേട്ടപ്പോഴാണ്. ഇതാ കണ്ടോ നല്ല പോലെ മഴ പെയ്തുണ്ട്. ഇതാ കണ്ടോ നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടോ, ചെമ്പരത്തി പൂക്കളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയാണ്. അത് ഞാൻ നിങ്ങളെ ഒരു ദിവസം കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മഴയും ഇതൊക്കെ ഒന്ന് ഒരുങ്ങി നല്ലൊരു ക്ലൈമറ്റ് ആകുമ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി കാണിക്കാം കേട്ടോ. മഴ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം, കാരണം നമ്മുടെ നാട്ടിലേക്കുള്ള കൂടുതൽ മഴ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എങ്ങനെയാണെന്ന് നോക്കാം. ആഹാ, നിങ്ങൾക്ക് കാണുമ്പോഴൊന്നും അറിയില്ല, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. കളറിൻ്റെ വല്ല കുറവ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ക്യാമറയുടെ വെളിച്ചത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോറി ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് കാണുന്നത് നല്ല റെഡിഷ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ ഇത്ര ഗ്രേവി ഞങ്ങൾക്ക് ഇവിടെ വേണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാണ്. കുറച്ചുകൂടി കരിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില എത്ര ചേർത്താലും ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം മല്ലിയില ചേർക്കാം കേട്ടോ. ഇനി മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ചേർത്താനും മതിയാവും. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാണ്, തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ്. ഇനി ഞാനിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഞാനിവിടെ മറ്റൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ, പുലാവിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ബിരിയാണിയുടെ കൂടെ, എന്തിനെന്ന് പറയേണ്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്ക് നന്ദി.